തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. മറ്റാനകളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് മയക്കുവെടി വെച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ആന ഒരു കൂട്ടത്തിനിടയിലായിരുന്നു. അതിനുള്ളിൽ നിന്ന് ആനയെ മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് മയക്കുവെടി വെക്കാനാകൂ എന്നൊരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ഇപ്പോൾ ആനയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. എന്താണ് മറ്റു വിശദാംശങ്ങൾ? ഈ ആനയ്ക്ക് മയക്കുവെടി ഏറ്റതിന്റെ ആ ഒരു ഫലം എപ്പോഴാണ് പ്രകടമാവുക? മറ്റു ആനകളെ എങ്ങനെയാണ് തുരത്താനായത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതുല്യ, ഈ പരിക്കേറ്റ ആനയും മറ്റ് 3 കൊമ്പന്മാരും അടക്കം ഈ തുരുത്തിന്റെ ഭാഗത്തായിരുന്നു. ഇവിടെ നിന്നും ഈ കൂട്ടത്തിൽ നിന്നും ഈ പരിക്കേറ്റ ആന സ്വാഭാവികമായും മറ്റേ മുനിത്തളം ഭാഗത്തേക്ക് മാറുകയായിരുന്നു. സമീപത്ത് തന്നെയുള്ള മുനിത്തളം ഭാഗത്തേക്ക് മാറുകയായിരുന്നു. ഇത് വെടി വെക്കാനുള്ള ഒരു സാഹചര്യമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ സംഘം ഉടൻ തൽക്ഷണം ആനയെ വെടിവെക്കുകയായിരുന്നു. പക്ഷേ വെടിയേറ്റ ആന മുനിത്തളം അമ്പലത്തിന്റെ ഭാഗത്തുകൂടെ തൊട്ടപ്പുറത്ത് വനാതിർത്തിയാണ്. ഈ വനാതിർത്തിയിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഡോക്ടർമാരും സംഘവും ആനയ്ക്ക് പുറകെ തന്നെയുണ്ട്. ഈ വെടിയേറ്റ ആന കാട്ടിലേക്ക് കയറുമോ എന്നൊരു ആശങ്ക കൂടി ഇവർക്കുണ്ട്. ഈ മുനിത്തളം എന്ന് പറയുന്ന സ്ഥലം തൊട്ട് കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നുമാണ് ഈ വെടിയേറ്റ ആന ഇപ്പോൾ കാട്ടിലേക്ക് പോയിട്ടുള്ളത്. കാട് കയറിയിട്ടില്ല, പക്ഷെ വനാതിർത്തിയിലേക്ക് കടന്നിട്ടുണ്ട്. തൊട്ട് പുറകെ ദൗത്യസംഘവും മറ്റ് വനവകുപ്പ് സംഘങ്ങളും എല്ലാം ഉണ്ട് ആനയെ നിരീക്ഷിക്കുന്നതിനായി. ഈ ആന എപ്പോൾ മയങ്ങും എന്നതിൽ കൃത്യമായ ഒരു അറിവില്ല. കാരണം ആനയുടെ ആരോഗ്യസ്ഥിതി, വെച്ച ഡോസിന്റെ കണക്ക് ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആന മയങ്ങുക. എന്തായാലും വനത്തിനുള്ളിലേക്ക് കയറി മയങ്ങിയാൽ എവിടെ ചെന്ന് നിന്നാൽ പോലും അവിടെ നിൽക്കാൻ പാകത്തിൽ മാത്രമുള്ള ഡോസാണ് ആനയ്ക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും അത് എപ്പോൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും വെടിയേറ്റ ആന ഇപ്പോൾ മുനിത്തളം ക്ഷേത്ര പരിസരത്തുകൂടെ കാടിന്റെ അതിർത്തിയിലൂടെ കാട്ടിലേക്ക് കയറാനുള്ള ആ ഒരു വഴിയിലൂടെ ആന ഓടി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തൊട്ട് പുറകെ വനംവകുപ്പ് അധികൃതർ ഉണ്ട്. എന്തായാലും ആന അധികം വൈകാതെ മയങ്ങും എന്നുള്ള ഒരു ഇതാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയ ലഭിക്കുന്ന വിവരം ഈ ആനയുടെ പുറകെ തന്നെ ഈ ഡോക്ടർമാർ ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. ആന മയങ്ങി അല്പസമയത്തിനകം മയങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ. മയങ്ങി കഴിഞ്ഞാൽ ഉടൻ ചികിത്സ ആരംഭിക്കും. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി ആന ഈ ദൗത്യസംഘത്തിന്റെ കൺവെട്ടത്ത് ഉണ്ടായിരുന്നില്ല, കാട് കയറിയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ആന കാടിറങ്ങിയപ്പോഴാണ് ഈ 3 കൊമ്പന്മാർ ഉൾപ്പെടെ ആന കാടിറങ്ങിയത്. തുടർന്ന് തുരുത്തിലേക്ക് മാറുകയായിരുന്നു. തുരുത്തിൽ നിന്നും ആനയെ മാറ്റാനായി. എന്തായാലും മാറ്റി അധികം വൈകാതെ തന്നെ മുൻതറം ഭാഗത്തേക്ക് എത്തി വെടിവെക്കാനായി ആന ഇപ്പോൾ അവിടെ നിന്നും വനാതിർത്തിയിലേക്ക് കടന്നു. എന്തായാലും ഈ ചികിത്സ ഉടൻ ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആന മയങ്ങി കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ആന ഈ ദൗത്യസംഘത്തിന്റെ കൺവെട്ടത്ത് തന്നെ ഇപ്പോൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. അതുല്യ.